മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ ഇപ്പോൾ പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് വളരെ അപൂർവമാണ്. മരണം തെളിയിക്കണമല്ലോ. അപ്പം ഇതിൽ ഷാബാസ് ഷെരീഫ് എന്ന ആളെ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞു, അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചു എന്നത് തെളിഞ്ഞു, അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്നുള്ളത് തെളിഞ്ഞു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ശിക്ഷ വന്നിട്ടുള്ളത്. അത് കാരണം വെപ്പൺസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ആ രീതിയിൽ. അപ്പോൾ അത് തെളിഞ്ഞു. അതുപോലെ തന്നെ ഈ ഡെഡ് ബോഡി നശിപ്പിച്ചു എന്നതും തെളിഞ്ഞു. അപ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെളിയിക്കപ്പെട്ടു എന്നത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിൽ കൂട്ടുപ്രതികളുടെ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നത്. ഒന്ന്, തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചു എന്നുള്ള ആളുകൾ, അതൊരു ടീം. ആ ആൾ അതിന് ഞാനതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത്. 2019 ഓഗസ്റ്റ് 1 അവിടുന്ന് തട്ടിക്കൊണ്ടുവരുന്നത്. ഓഗസ്റ്റ് 1 കഴിഞ്ഞ് 2022 മെയ് മാസത്തിലാണ് ഇതിൻ്റെ FIR. അപ്പം 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോഴേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ ടവർ ലൊക്കേഷൻ, CDR, അതുപോലെ തന്നെ ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. CDR ആ കാലഘട്ടത്തിൽ 1 വർഷത്തേക്ക് മാത്രമേ നിൽക്കുള്ളൂ. ഇപ്പോൾ പുതിയതനുസരിച്ച് 2 വർഷത്തേക്ക് കിട്ടും. പക്ഷേ എന്നിട്ട് പോലും അവിടുന്ന് തട്ടിക്കൊണ്ടുവന്ന ആളെ അതേപോലെ ഐഡൻറ്റിഫൈ ചെയ്ത ഈ മരിച്ച ഷാബാസ് ഷെരീഫിൻ്റെ ഭാര്യ, മകള്, പേരക്കുട്ടി തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ തെളിവുകൾ വളരെ നിർണായകമായി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ കാണുന്ന അതോടൊപ്പം തന്നെ ഇവിടെ ഇത് നടത്തുമ്പോൾ ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്ത സഹായം പോലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള റിസർച്ചും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വന്നിട്ടുള്ള ഒരു കേസാണ്. അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ ആലപ്പുഴയുള്ള SP മോഹനേന്ദ്രൻ, അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലെ SP വിക്രമൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒന്നും സംഭാവന, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ലീവ് എടുത്ത് ഇവിടെ വന്ന് അതിനെ സംബന്ധിച്ച് പഠിക്കാനും അത് കൂടെ നിൽക്കാനും തയ്യാറായി എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ 2ഉം 6ഉം പ്രതികളുടെ ഇതിൽ അവർ, കാരണം വിധി ഞാൻ വായിച്ചിട്ടില്ല, വിധി അതിൻ്റെ കോപ്പി കിട്ടിയിട്ടില്ല. പക്ഷേ രണ്ടാം പ്രതി തട്ടിക്കൊണ്ടുവന്നത് 2ആം പ്രതിയാണ്. ആ തട്ടിക്കൊണ്ടുവന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തടങ്കൽ പാർപ്പിച്ചതിനും പിന്നെ ഈ തെളിവ് നശിപ്പിച്ചതിനും. ഇതാണ് ഈ 2ഉം 6ഉം സാക്ഷികളുടെ ഇതിൽ പ്രതികൾ. 2ഉം 6 ബാക്കി ഒരാൾ മാപ്പുസാക്ഷിയായി. ഏഴാം പ്രതിയായിരുന്നു നൌഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മാപ്പുസാക്ഷിയായി. അല്ലാതെ ജഡ്ജ്മെന്റ് കാണാതെ ഇപ്പോൾ വളരെ പ്രിമച്വർ 22-ാം തീയതി പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ ഒരു ബാലൻസ്ഡ് ജഡ്ജ്മെന്റ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 304-ലാണ് 302-ലാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിലും അതായത് നരഹത്യയിലേക്ക് മരിച്ചു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ഒരു വലിയ ടാസ്ക്കാണ് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുന്നിലുണ്ടായിരുന്നത്. അത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള ഒരു ചാരിതാർത്ഥം. അതിന് എത്ര ഈ അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം ഞാൻ പേര് പറയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുള്ള ആളുകൾ, ആ ആളുകളും എല്ലാവരുടെയും കൂടിയുള്ള ഒരു എഫർട്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ ജഡ്ജ്മെൻറ്റും ഇതും നോക്കി കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അനിലും റെന്നിയൊക്കെ ഇല്ല ഇവിടെ. വിഷ്ണു ഇവിടെയുണ്ട്. ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അതൊരു എന്താ വെച്ചാൽ ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫയൽ മൊത്തം പരിശോധിച്ച എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞത്. ആ ഡെഡിക്കേഷനാണ് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള
ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഫോഴ്സിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിൻ്റെ ഒരു അഭിമാനം ഈ കേസ് ഉണ്ട്. കാരണം ഈ ഡെഡ് ബോഡി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അതിൻ്റെ അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതിനെ അത് സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം എന്നുള്ള ആ വലിയ താല്പര്യത്തിൽ SP സുജിത് ദാസും വിഷ്ണുവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പേര് കൂടുതൽ ആവർത്തിക്കില്ല. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലെ ഇപ്പോൾ രജീഷ് പാലക്കാടത്തൊരു സീനിയർ വക്കീലാണ്. ഇപ്പോൾ രജീഷ്, അതുപോലെ തന്നെ എൻ്റെ സീനിയർ ശ്രീധരൻ വക്കീൽ, അതുപോലെ തന്നെ എൻ്റെ ഓഫീസിലുള്ള മറ്റ് ജൂനിയേഴ്സ് നിവേദ്, നിരഞ്ജൻ, അതുപോലെ തന്നെ ഷബീർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് എല്ലാ ആളുകളും. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാർ, 3 പ്രതികൾ, 1, 2, 6 പ്രതികളാണ് കുറ്റക്കാർ. ഇപ്പോൾ പ്രോസിക്യൂഷൻ ഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ കേസാണ്. അതിൽ ഇത്രത്തോളം തെളിവുകൾ, അത് കുടുംബം നൽകിയ തെളിവ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സാമർഥ്യം, ആത്മസമർപ്പണം ഒക്കെ തന്നെ ഏറ്റവും പ്രധാനമായെന്ന് അദ്ദേഹം പറയുകയായിരുന്നു.